ഫിലിപ്പച്ച, ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ക്രൈസ്തവർ ആർക്ക് വോട്ട് ചെയ്യും? തിക്തമായ അനുഭവങ്ങൾ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിൽ ക്രൈസ്തവ സഭകൾ നൽകിയ സംഭാവനകളെ ഏറെ മാനിച്ചുകൊണ്ട് ക്രൈസ്തവ യുവജനങ്ങൾക്ക് രാഷ്ട്രീയത്തിലേക്ക് വളർന്നു വരുവാനും അതുപോലെ തന്നെ ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ക്രൈസ്തവരുടെ ശബ്ദം എന്തായിരിക്കണമെന്ന് നമ്മോട് പങ്കുവയ്ക്കുവാൻ നമ്മോടൊപ്പമായിരിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫിലിപ്പ് കവീലച്ചനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ഷക്കീന പ്രേക്ഷകരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഉറച്ച നിലപാടോടെ ക്രൈസ്തവ ശബ്ദം കവീലച്ചൻ. അച്ഛാ, ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ സഭയുടെ നിലപാടെന്ത്? ക്രൈസ്തവ സമുദായം എന്തായിരിക്കും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സഭ വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തും. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സഭ ചെയ്യാൻ പോകുന്നത് സഭയുടെ അംഗങ്ങളെ, ഒന്നാമത്തെ കാര്യം വോട്ട് ചെയ്യാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കും. വോട്ടില്ലാത്തവർക്ക് വോട്ട് വാങ്ങിയെടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യും. പിന്നെ ഓരോ സ്ഥലത്തെയും കാൻഡിഡേറ്റ്സ്, സ്ഥാനാർത്ഥികളെ കൃത്യമായി വിലയിരുത്തലുകൾ നടത്തും. കത്തോലിക്ക കോൺഗ്രസ് എപ്പോഴും പറയുന്നതാണ് ഒരു രാഷ്ട്രീയ ഓഡിറ്റിംഗ് നടത്തുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർഡിൽ മത്സരിക്കുന്ന ആൾ ആ വാർഡിന് വേണ്ടി എന്ത് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും. ഓൾറെഡി മെമ്പറായിരിക്കുന്ന ആളാണെങ്കിൽ ആ ആളുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ വളരെ കൃത്യമായിട്ടും നിശ്ചിതമായിട്ടും വിലയിരുത്തും. അവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുണ്ടോ, അവർ എങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു, ആ വാർഡിലെ ഓരോ വ്യക്തിക്കും വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് മുഖംനോട്ടമില്ലാതെ കൃത്യമായിട്ട് വിലയിരുത്തും. അതിൻ്റെ അകത്ത് നമുക്ക് നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന നേതാക്കന്മാരെ കണ്ടെത്തി ആ വാർഡിൻ്റെ ഗുണത്തിന് വേണ്ടി, കത്തോലിക്കർക്ക് വേണ്ടി മാത്രമല്ല പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന സമുദായത്തിലെ അംഗങ്ങളുണ്ടെങ്കിൽ അവരെ തീർച്ചയായും കത്തോലിക്ക കോൺഗ്രസും കത്തോലിക്ക സഭയും സപ്പോർട്ട് ചെയ്യും. അതാണ് നമ്മളുടെ നിലപാട്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നമുക്ക് കക്ഷി രാഷ്ട്രീയമില്ല. ഒരു കക്ഷിയല്ല നമ്മൾ പിന്തുണയ്ക്കുന്നത്. ആ പ്രത്യേക കാൻഡിഡേറ്റ് ഈ കൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ വാർഡിന് വേണ്ടി എന്ത് ചെയ്തു, എന്ത് ചെയ്യാൻ സാധിക്കും, അതിനെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടാക്കുകയും അതിന് കഴിവുള്ള ആളുകളെ കണ്ടെത്തി നമ്മൾ സജസ്റ്റ് ചെയ്യും. ഇനി അവരെ സാധിക്കുന്നില്ലെങ്കിൽ ഏത് തരത്തിലൊക്കെ ആ വാർഡിന് നന്മ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടെത്താൻ പരിശ്രമിക്കും. അത് വളരെ കൃത്യമായിരിക്കും. കത്തോലിക്ക കോൺഗ്രസ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്വന്തമായിട്ട് കാൻഡിഡേറ്റ്സിനെ നിർത്തണമെന്ന് തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഇനി നിൽക്കുന്ന കാൻഡിഡേറ്റുകളുടെ പ്രഖ്യാപനങ്ങൾ, അവരുടെ പ്രവർത്തന രീതികൾ, അവർ സമൂഹത്തിന് എപ്രകാരം നന്മ ചെയ്യാൻ സാധിക്കുന്നവരാണ്, അതൊക്കെ കൃത്യമായി വിലയിരുത്തുകയും അതനുസരിച്ചുള്ള പിന്തുണയായിരിക്കും കൊടുക്കുന്നത്. അച്ഛാ, ഈ മാറുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടി രാഷ്ട്രീയത്തിലെ മത ധ്രുവീകരണം നമ്മുടെ ക്രൈസ്തവ യുവജനങ്ങളെ എത്രമാത്രം ബാധിക്കുന്നതായി അച്ഛന് വിലയിരുത്താൻ സാധിക്കും? പാർട്ടി രാഷ്ട്രീയത്തിലെ മതധ്രുവീകരണം എന്നതിനേക്കാൾ ഉപരി ക്രൈസ്തവ യുവജനങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കാനുള്ള താല്പര്യം കുറഞ്ഞോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ പല യുവജനങ്ങൾക്കും ഈ രാഷ്ട്രീയ രംഗത്തേക്ക് വരാൻ വലിയ വിമുഖത കാണിക്കുന്നുണ്ട്. പല കാരണങ്ങൾ കാണാം. ഒന്ന്, യുവജനങ്ങൾ വളരെ കുറച്ചേ ഈ നാട്ടിലുള്ളൂ. യുവജനങ്ങളുടെ എണ്ണം തന്നെ വളരെയധികം കുറഞ്ഞു. അത് ജനസംഖ്യാ പ്രശ്നത്തോടനുബന്ധിച്ച കാര്യമാണ്. പിന്നെ രണ്ടാമത്തേത്, ഉള്ള ആളുകൾ തന്നെ ഇവിടെ നിന്ന് എങ്ങനെയും പറ്റുന്നവരൊക്കെ വിദേശത്ത് പോകാനുള്ളൊരു ആഗ്രഹമാണ്. അതിൽ നമുക്ക് അവരെ തടയാൻ പറ്റിയല്ല. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ഈ വിദേശത്ത് പോകുന്ന യുവജനങ്ങൾക്കെല്ലാം അവിടെ സ്വർഗമാണെന്നൊരു ചിന്ത ഉണ്ട്. അതങ്ങനെയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വിദേശത്ത് പോകുന്നതിന് ഞാൻ ഒരിക്കലും എതിർക്കുന്നില്ല. പക്ഷേ അവിടെ പോയി രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടോ, പോയവർ തിരിച്ചു വരുന്നുണ്ടോ, അതൊക്കെ നമ്മൾ സമൂഹം വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. അച്ഛാ, ഈ ഒരു മൈഗ്രേഷൻ്റെ കാലഘട്ടം, കുടിയേറ്റത്തിൻ്റെ കാലഘട്ടം
അച്ഛന് തോന്നുന്നുണ്ടോ നമ്മുടെ ക്രൈസ്തവ യുവജനങ്ങൾ ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന്? കത്തോലിക്ക കോൺഗ്രസിന്റെ ചില നിലപാടുകൾ ഒന്ന് വ്യക്തമാക്കാം. തീർച്ചയായിട്ടും ഇറങ്ങും. നമ്മളൊരു സമൂഹത്തെ എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നോ, ഒരു കാഴ്ചപ്പാടോടെ, ഒരു വിഷനോടെ ഈ സമൂഹത്തിൻ്റെ നേതാക്കൾ പ്രവർത്തിക്കുന്നതനുസരിച്ചാണ് സമൂഹത്തിലെ അംഗങ്ങളും അതിൽ മുന്നോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ നേതാക്കൾ പറയുന്ന എല്ലാം അപ്പാടെ സ്വീകരിക്കുന്നതല്ല. പക്ഷേ സമൂഹത്തിലെ മാറ്റങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതാത് കാലഘട്ടങ്ങളിൽ സമൂഹത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവർ ഏതു തരം നേതൃത്വം കൊടുക്കുന്നു അതനുസരിച്ചാണ് ആ സമൂഹം മുഴുവൻ മുന്നോട്ട് പോകുന്നത്. കുറേ പേര് വിമർശനാത്മകമായി ചിന്തിക്കും. എങ്കിലും ഈ നേതൃത്വത്തിലിരിക്കുന്നവരുടെ കാഴ്ചപ്പാടുകളും നയ രൂപീകരണങ്ങളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ കത്തോലിക്ക സഭയിൽ തന്നെ ഒരു കാലഘട്ടത്തിൽ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ അത്ര ഗുണപ്രദമായിരുന്നില്ല എന്ന് കണ്ട് അത് തിരുത്താൻ സഭ തയ്യാറാകും. ഉദാഹരണത്തിന് നമ്മുടെ ജനസംഖ്യാ പ്രശ്നം. ഒരു കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയും വളരെ കൃത്യമായിട്ട് ജനസംഖ്യ നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ ഒരു നിലപാടെടുത്ത് പഠിപ്പിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് അത്ര ശരിയായിരുന്നില്ല. കാരണം ജനസംഖ്യ കുറഞ്ഞു പോയാൽ കത്തോലിക്കർ മാത്രമല്ല ഈ നാടിന് തന്നെ അത് ദോഷമാണ്. ഇന്ത്യ മഹാരാജ്യത്തിൽ പൊതുവിൽ യുവജനങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യയുടെ വളർച്ചയെ അത് ബാധിക്കും. പ്രായമുള്ള ഒരു സമൂഹം മാത്രമായിട്ട് വന്നാൽ ഇവിടുത്തെ ഈ പൊതുസമൂഹത്തിൻ്റെയും ഊർജ്ജസ്വലതയ്ക്ക് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കൊക്കെ അത് പ്രതികൂലമായ ഘടകമായി മാറുമെന്ന് നമ്മൾ കാണുന്നതാണ്. ക്രൈസ്തവ സഭാ നേതൃത്വം ഇന്ന് തിരിച്ചറിയുന്നുണ്ട് ക്രൈസ്തവ സഭയിലെ അംഗങ്ങൾ വളരെയധികം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പം അതിന് സഭ ഇപ്പോൾ വളരെ കൃത്യമായ പദ്ധതികളോടെ പ്രോ ലൈഫ് പ്രോഗ്രാമുകൾ, അതുപോലെ കൂടുതൽ കുട്ടികൾ കുടുംബത്തിലുണ്ടാകേണ്ട ആവശ്യകതയൊക്കെ സഭയുടെ അംഗങ്ങളെ പഠിപ്പിച്ചു തുടങ്ങി. ഇതിൻ്റെ ഫലം കാണുന്നത് ഇപ്പോൾ നാളെ കാണാൻ പറ്റിയല്ല. 5 തൊട്ട് 10 വർഷങ്ങൾക്കുള്ളിൽ അത് തീർച്ചയായിട്ടും അതിന് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വ്യത്യാസം വരുമ്പോൾ ഈ കാഴ്ചപ്പാടുകളൊക്കെ മാറി തുടങ്ങും. അപ്പോൾ സഭ ഇന്ന് തിരിച്ചറിയുന്നുണ്ട് രാഷ്ട്രീയത്തിൽ സഭയുടെ മക്കൾ പ്രവർത്തിക്കേണ്ടത് സമുദായത്തിനും രാഷ്ട്ര പുരോഗതിക്കും പ്രധാനപ്പെട്ടതാണ്. ഈ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് നല്ല നേതാക്കൾ ആവശ്യമാണ്. നല്ല നേതാക്കൾ എവിടെ നിന്നാണ് വരുന്നത്? ഈ രാഷ്ട്രീയത്തിലൂടെ പ്രവർത്തിച്ച് തന്നെയാണ്. അപ്പോൾ അതിനുള്ള വഴി നമ്മൾ കണ്ടെത്തണം. പലപ്പോഴും പ്രശ്നമുള്ളത് കലാലയ രാഷ്ട്രീയങ്ങളാണ്. ഒരു കാലഘട്ടത്തിലെ കലാലയ രാഷ്ട്രീയങ്ങൾക്ക് പൊതുസമൂഹത്തിന് എതിരായി തുടങ്ങിയത്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് വെച്ചാൽ കലാലയ രാഷ്ട്രീയം പലപ്പോഴും കലാപ രാഷ്ട്രീയങ്ങളായിട്ട് അധപ്പതിച്ച് പഠിക്കുന്ന കുട്ടികൾ ആ പഠിക്കുന്ന സ്ഥാപനത്തിലെ ആ സ്ഥാപനത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ സമര ആഭാസങ്ങളിലേക്ക് കടന്നുപോയി. ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നതിനെ ആരും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഒരു കുട്ടി പഠിക്കാൻ വരുമ്പോൾ ആ കുട്ടിയുടെ പ്രഥമവും പ്രധാനമായ പരിഗണന പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ആ പഠനത്തെ നശിപ്പിക്കുന്ന വിധത്തിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് തുടങ്ങിയപ്പോഴാണ് സഭ മാത്രമല്ല മറ്റ് പൊതുസമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ പോലും, എന്തിന് കോടതികൾ പോലും ഇടപെട്ടത്. അതായത് ഈ നശീകരണ രാഷ്ട്രീയമാണ് അവിടെ പ്രശ്നം. സത്യത്തിലൊരു ആരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കുട്ടികൾക്ക് ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കാനുള്ള, രാഷ്ട്രീയത്തിൽ വളർന്നു വരുവാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കണം. ഇപ്പോൾ ചില ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പൊതുനിരത്തിലിറങ്ങി വസ്തുവകകളൊക്കെ അടിച്ചു തകർക്കുക, പൊതു സംവിധാനങ്ങളൊക്കെ നശിപ്പിക്കുക, എല്ലാം ബ്ലോക്കാക്കുക. അതല്ല രാഷ്ട്രീയത്തിൽ ചെയ്യേണ്ടത്. ഈ ഒരു കാലഘട്ടത്തിൽ കലാലയ രാഷ്ട്രീയത്തിൽ ഒരു ആരോഗ്യപരമായിട്ടുള്ള കലാലയ രാഷ്ട്രീയത്തെ സഭ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യും. കുട്ടികൾ രാഷ്ട്രീയ അവബോധമുള്ളവരായിട്ട് വളർന്നു വരണം. അതുപോലെ നേതൃത്വ ഗുണത്തിലേക്ക് വരണം. കാരണം അവർക്ക് സംഘടനാ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. ഈ സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാട് സമൂഹത്തിനുണ്ടായിരിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് നശീകരണത്തിൻ്റെയോ നെഗറ്റീവ് എനർജിയുടെ അല്ല, പോസിറ്റീവായിട്ട് എങ്ങനെ ഈ രാഷ്ട്രത്തെ പടുത്തുയർത്താം, എങ്ങനെ സമൂഹത്തിന് നന്മ ചെയ്യാം, എങ്ങനെ നേതാക്കളായിട്ട് വളർന്നു വരാം, അതിനുള്ള അവസരം നമ്മൾ കൊടുക്കണം. നമ്മുടെ കലാലയങ്ങളിൽ കുട്ടികൾക്ക് നേതൃത്വ പരിശീലനം കൊടുക്കണം. അവർക്ക് നേതാക്കളായി വളർന്നു വരുവാൻ ഉള്ള പരിശീലനങ്ങൾ കൊടുക്കണം. അതുപോലെ അവർക്ക് രാഷ്ട്രീയ അവബോധം, പൊളിറ്റിക്സ് ശരിക്കും പഠിപ്പിക്കണം. അവരെ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിപ്പിക്കും. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിച്ച കാര്യമാണ്. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന് ഗുണപരമായിട്ട് എങ്ങനെ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന തത്വം എൻ്റെ അഭിപ്രായത്തിൽ
മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവമാണ്. ഒരാൾ നേതൃത്വത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അവനവന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിന്ന് പുറത്തിറങ്ങി മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് സേവനം ചെയ്യാൻ, അവർക്ക് നേതൃത്വം കൊടുക്കാൻ പരിശ്രമിക്കുമ്പോഴാണ് രാഷ്ട്രീയ പ്രവർത്തനം യഥാർത്ഥത്തിൽ ഫലമണിയുന്നത്. അതിലൂടെയാണ് ഒരു രാഷ്ട്രം പടുത്തുയർത്തപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് ഉത്കർഷമുണ്ടായാൽ നമ്മുടെ ഈ രാജ്യത്തെ ഓരോ പൗരനുമാണ് അതുകൊണ്ട് ഗുണമുണ്ടാകുന്നത്. അപ്പം സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ ഓരോ രാഷ്ട്രീയ നേതാവിനും സാധിക്കണം. പക്ഷേ ഇപ്പം നിലവിൽ എന്താണ് സംഭവിക്കുന്നത്? രാഷ്ട്രീയത്തെക്കുറിച്ച് ഉള്ളത് പറഞ്ഞാൽ പല ആളുകൾക്കും നെഗറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ്തവ ഭവനങ്ങളിൽ ഒരു യുവാവ്, പഠിക്കുന്ന ഒരു യുവാവ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴേ അവരുടെ മാതാപിതാക്കൾ പലപ്പോഴും തടയുകയാണ്. കാരണം ഈ ഒരു നെഗറ്റീവ് അനുഭവങ്ങളുള്ളത് കൊണ്ടും നെഗറ്റീവ് ചിന്താഗതി മനസ്സുള്ളതുകൊണ്ടാണ്. അത് മാറ്റി പോസിറ്റീവായിട്ട് രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കണം. രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും അഴിമതിക്കാരല്ല, രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും ധൂർത്തരല്ല, രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും സ്വജനപക്ഷപാതികളല്ല. നമുക്ക് എത്രയോ നല്ല ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് നമ്മളെല്ലാവരും എതിർ പാർട്ടികളിലെ ആളുകൾ പോലും നല്ലത് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചു. നമ്മുടെ ക്രൈസ്തവരുടെ ഒരു വലിയ സംഭാവനയാണ്. അതുകൊണ്ട് ഈ ഉമ്മൻചാണ്ടി ക്രൈസ്തവരുടെ മാത്രമായിരുന്നു അല്ല, അദ്ദേഹത്തിന് മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും എല്ലാം ഒരേ നിലപാടായിരുന്നു. തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആളിൻ്റെ ആവശ്യം അതെന്താണെന്ന് മനസ്സിലാക്കി അവരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഥമ പരിഗണന. അതുതന്നെയാണ് സത്യത്തിൽ രാഷ്ട്രീയത്തിൽ വേണ്ടത്. ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളൊക്കെ പലരും അവരുടെ പാർട്ടിക്കാരെ മാത്രം സഹായിക്കാൻ നോക്കുന്നു, അവരുടെ പാർട്ടിയുടെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു, മറ്റുള്ളവരെ പൂർണ്ണമായിട്ട് അവഗണിക്കുന്നു. അതൊക്കെയാണ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ഫലങ്ങൾ എന്നാണ് എൻ്റെ അഭിപ്രായം. ചില സാഹചര്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ചില രാഷ്ട്രീയ നേതാക്കന്മാർ, ചില പാർട്ടികളുടെ തലപ്പത്തിരിക്കുന്നവർ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷമായ നമുക്കിടയിൽ തന്നെ ഒരു ഭിന്നിപ്പുണ്ടാക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കത്തോലിക്ക കോൺഗ്രസ് ഇതിനെയെല്ലാം നോക്കിക്കാണുന്നത്? അതാണ് ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു എന്താ പറയണ്ടേ നെഗറ്റീവ് വശം. ചില ആളുകൾ അവിടെ ശരിക്കും ഇൻവെർട്ടർ കോമാരിയുള്ള രാഷ്ട്രീയം കളിക്കുക, യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയമല്ല. ക്രൈസ്തവ മത നേതാക്കന്മാർ സത്യത്തിൽ ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത്. ഇവിടെ ഒരു പൊതുവിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതെല്ലാവർക്കും ഗുണപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇവിടെ കർഷകൻ്റെ വിഷയങ്ങൾ പറയുമ്പോൾ കർഷകൻ എന്ന് പറയുന്നത് ക്രിസ്ത്യാനി മാത്രമല്ല, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ കർഷകരുടെ മൊത്തം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കാതെ വരുമ്പോൾ സഭ അതിലിടപെടുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അത് സഭയുടെ ഒരു ദൗത്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ടും അനീതിയുള്ളിടത്ത് നീതി നടപ്പിലാക്കുവാൻ വേണ്ടി ശബ്ദിക്കുവാനും സഭയ്ക്ക് കടമയുണ്ട്. അതേ സഭാ നേതാക്കന്മാർ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഒരിക്കലും നമ്മളുടെ സമുദായത്തിന് ഒരവകാശം ലഭിക്കും വേണ്ടി ആവശ്യപ്പെടുമ്പോൾ മറ്റ് സമുദായങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കണമെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും കൊടുക്കരുത്, എല്ലാം ഞങ്ങൾക്ക് വേണമെന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല. അങ്ങനെ പറയുന്നത് ശരിയുമല്ല. പക്ഷേ അതേസമയം ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ കൃത്യമായിട്ട് ലഭിക്കണം. അത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഭൂരിപക്ഷത്തിന് ഒരു നഷ്ടം ഉണ്ടാകില്ല. ഭൂരിപക്ഷത്തിന് അവർക്ക് അർഹതപ്പെട്ടത് കിട്ടട്ടെ, ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ അർഹതയുള്ളത് ലഭിക്കണം. അതാണ് ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുടെ അല്ലെങ്കിൽ സമുദായ നേതാക്കന്മാരുടെ പ്രധാന ആവശ്യം. ഒരു ക്രൈസ്തവ യുവജനം, ഒരു യുവാവ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അതിന് സഭയുടെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പുകൾ എന്തെങ്കിലും? ഇനി തീർച്ചയായിട്ടും സഭ ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കും. സഭയിൽ നിന്ന് നല്ല നേതാക്കന്മാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ വളർന്നു വരണമെന്ന് സഭ ആഗ്രഹിക്കുന്നുണ്ട്. സഭ ഒരിക്കലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അടിമയല്ല. സഭയ്ക്ക് കക്ഷി രാഷ്ട്രീയം ഇല്ല. സഭ സ്വതന്ത്രമായിട്ടാണ് പെരുമാറുന്നത്. കത്തോലിക്ക കോൺഗ്രസ് പുതിയൊരു പാർട്ടി രൂപീകരണത്തിലേക്ക് വല്ലതും വിരൽ ചൂണ്ടുന്നുണ്ട്? പുതിയ പാർട്ടി രൂപീകരണം എന്നതിനേക്കാൾ ഉപരി ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് മാറാൻ കത്തോലിക്ക കോൺഗ്രസ് ഇനി മുതലുണ്ടാകും. ഈ കേരള രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന വിധത്തിൽ കത്തോലിക്കരായ ആളുകളെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിർത്താൻ എക്സെപ്ഷൻ ഉണ്ടാകും. ചില ആളുകൾ എന്തു പറഞ്ഞാലും അതിനെ എതിർക്കുന്നുണ്ട്, അത് നമ്മൾ അത്ര പരിഗണിക്കുന്നില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം സമുദായ അംഗങ്ങളെയും ഒരു കൊടി കീഴിൽ അണിനിരത്തിക്കൊണ്ട് ഈ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ക്രൈസ്തവ യുവജനങ്ങൾ
നമ്മുടെ കേരളത്തിൽ നിൽക്കാതെ അവർക്ക് തൊഴിൽ സാധ്യത പോലും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം അവർ പുറം രാജ്യങ്ങളിലേക്ക് അഭയം തേടുന്നത്? നല്ലൊരു ചോദ്യമാണത് അമൽ ചോദിച്ചത്. കാരണം ഇപ്പോൾ പല യുവാക്കളും, പ്രത്യേകിച്ച് ക്രൈസ്തവ യുവാക്കൾ, അവർ +2 ഒക്കെ കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പഠിച്ച് ജർമ്മനിയിലോ അമേരിക്കയിലോ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് ചില കാരണങ്ങളുണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് കംഫർട്ടബിളായിട്ട് ജീവിക്കുകയാണെങ്കിൽ അവിടെ വിട്ടു പോകാൻ നമ്മൾ പരിശ്രമിക്കുകയില്ല. ഇപ്പോൾ ഞാൻ ഒരു 10-15 വർഷം ജർമ്മനിയിൽ ജീവിച്ച ആളാണ്. അവിടെയാണ് പഠിച്ചത്, ഓസ്ട്രിയയിൽ, ജർമ്മനിയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ജീവിക്കുന്ന ആളുകളിൽ ഒത്തിരി പേർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാത്തത്? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പം ചിലരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ജർമ്മനി വിട്ട് മറ്റ് സ്ഥലങ്ങളിൽ ജോലിക്ക് പോകാത്തത്? ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യവും ഇവിടെയുണ്ട്. സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, അതുപോലെ രാഷ്ട്രീയ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ, പൊതുസമൂഹത്തിൽ ഒരു കാര്യത്തിന് എന്നെല്ലാം കൃത്യമായി നടക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന്, അതുപോലെ പ്രകൃതി ഏറ്റവും രമണീയമായ സ്ഥലമാണ് അവിടെ. പ്രകൃതിയെ സംരക്ഷിക്കുന്ന ആ നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കും. ഒരു വേസ്റ്റോ മോശമായ സാധനമോ ഒന്നും ഒരിക്കലും അവിടെ വഴി സൈഡിലോ പറമ്പിലോ ഒന്നും കാണിയല്ല. കാരണം അവരങ്ങനെ ചെയ്യല. അങ്ങനെ ഒരു ശുചിത്വം, സമാധാനം, സ്വാതന്ത്ര്യം, സ്വസ്ഥത, ഇതൊക്കെ വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് കാരണം അതില്ലാത്തൊരു സ്ഥലത്തു നിന്നാണ് അങ്ങോട്ട് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇന്ത്യ രാജ്യത്തിൽ താമസിക്കുന്നതിലും ഇവിടെ ജീവിക്കുന്നതിലും അഭിമാനിക്കുന്ന ഒരാളാണ്. അതേസമയം ഈ ഇന്ത്യയിലെ പല പ്രവർത്തനങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. നമ്മുടെ നിരത്തുകളിൽ ഇറങ്ങിയാൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് വണ്ടി ഓടിച്ച് പോകാനുള്ള നല്ല റോഡുകളില്ല. ഉള്ള റോഡുകൾ തന്നെ കുഴികളും കുണ്ടുകളുമാണ്. അതിന് പോലും നമ്മൾ ടോൾ കൊടുക്കണം. ഈ സമീപ കാലത്ത് കോടതി ഇടപെട്ടിട്ടാണ് നമ്മുടെ പാലിയേക്കര ടോൾ നിർത്തിവെച്ചത്. കുഴിയിൽ വണ്ടി ചാടി നമ്മുടെ നടുവൊടിയുമ്പോഴും നമ്മളോട് പൈസ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പൗരന്മാരോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു സർക്കാരാണ് ഇവിടെ കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും പലപ്പോഴും ഭരിക്കുന്നത്. ഭരിക്കുന്നവർക്ക് അവരുടെ സൗകര്യങ്ങൾ മാത്രം മതി. ഈ നാട്ടിലെ സർക്കാർ ഇവിടുത്തെ ജനങ്ങളുടെ മേൽ അമിതമായ കടബാധ്യത വരുത്തി വയ്ക്കുമ്പോഴും അവരുടെ ആരുടെയും വ്യക്തി ജീവിതത്തിൽ ഒരു കടബാധ്യതയില്ല, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടികളിലെ കടബാധ്യതയില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ നമ്മളൊരു ഓഫീസിൽ, ഒരു സർക്കാർ ഓഫീസിൽ ചെന്നു, ഒരു സംരംഭകരായിട്ട് ചെല്ലുകയാണ്, ഒരു പുതിയ സംരംഭകത്വത്തിന് വേണ്ടി ഒരു കാര്യം തുടങ്ങാൻ വിചാരിക്കുന്നുണ്ടോ ഇവിടെ എളുപ്പമാണെന്ന്? ഏതെങ്കിലും കാര്യം പറഞ്ഞ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ അത് മുഴുവൻ തടയും. അതുകൊണ്ട് മനസ്സും അടുത്ത് മനുഷ്യർ അത് ഉപേക്ഷിക്കും. കേരളത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പ്രസ്ഥാനം തുടങ്ങണമെങ്കിൽ ഇന്നും വളരെ ബുദ്ധിമുട്ടുണ്ട്. വിദേശത്ത് പോയാൽ നിങ്ങളെ അവർ ബഹുമാനിക്കും. നിങ്ങൾ പറയുന്നത് ന്യായമായ കാര്യമാണെങ്കിൽ അവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് വേണ്ട സഹായം, സപ്പോർട്ട് സർക്കാരിൽ നിന്ന് ലഭിക്കും. ഇവിടെ ലഭിക്കും പത്രങ്ങളിലും അതുപോലെ ഉള്ള കാര്യങ്ങളും മാത്രം. നേരിട്ട് ചെല്ലുമ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ മനസ്സിലാകും. വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കത്തോലിക്ക സഭയുടെ നിലപാട് എന്തായിരിക്കും? ആർക്കായിരിക്കും വോട്ട് മുഴുവൻ കൊണ്ടുപോവുക? കത്തോലിക്ക സഭയുടെ നിലപാട് എനിക്ക് പറയാൻ സാധിക്കില്ല. കത്തോലിക്ക കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സമുദായത്തിന് വേണ്ടി ആരൊക്കെ അനുകൂലമായി പ്രതികരിച്ചു, ആരൊക്കെ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നമ്മെ അവഗണിച്ചു, ഈ കാര്യങ്ങൾ വളരെ നിർണായകമായിരിക്കും. ഉദാഹരണത്തിന് JB കോശി കമ്മീഷൻ്റെ റിപ്പോർട്ട്, അതിൽ പറഞ്ഞിരിക്കുന്ന സജഷനുകൾ ഇതുവരെ ഈ ഗവൺമെൻറ് പൂർണ്ണമായിട്ടും പുറത്തു വിട്ടിട്ടില്ല. അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറ്റിക്കുന്നൊരു സ്വഭാവമാണ് അവർ കാണിക്കുന്നത്. അതിന് നടക്കുകയില്ല. എല്ലാ പ്രാവശ്യവും തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ പെട്ടെന്നൊരു അന്വേഷണവും ഒരു ഉടൻ നടപ്പിൽ വരുത്താൻ പോകുന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കുകയും അത് കഴിയുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. അത് പറ്റില്ല. ഇനിത്തോട്ട് നമ്മൾ കൃത്യമായിട്ട് ഒന്നെങ്കിൽ നടപ്പിൽ വരുത്തുക, അല്ലെങ്കിൽ നടപ്പിൽ വരുത്തില്ല എന്ന് പറയുക. ഏതെങ്കിലും ഒരു തീരുമാനം വേണം. അതുകൊണ്ട് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തുവിട്ട് അതിലെ നിർദ്ദേശങ്ങൾ അടിയന്തരമായി നടപ്പിൽ വരുത്തുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കത്തോലിക്ക സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു കാര്യമാണ്. 2, ഇവിടുത്തെ കർഷകരുടെ വിഷയം ഗൗരവമായിട്ടെടുക്കണം. കുട്ടനാട്ടിലെ കർഷകർ, മലബാറിലെ കർഷകർ ഒക്കെ വലിയ ദുരിതം അനുഭവിക്കുകയാണ്. റബ്ബർ കർഷകർക്ക് കൃത്യമായ വില ലഭിക്കുന്നില്ല.
കുട്ടനാട്ടിലെ നെൽ കർഷകർക്ക് അവർക്ക് വേണ്ടത്ര പ്രോത്സാഹനം ലഭിക്കുന്നില്ല, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തേ മതിയാവും. വ്യവസായികളുടെ പുറകെ പോകാൻ ഇവിടുത്തെ ഗവൺമെൻറ്റുകൾക്ക് സമയമുണ്ട്. എന്തേ പാവപ്പെട്ട കർഷകരുടെ കാര്യം വരുമ്പോൾ അത് അവഗണിക്കുന്നു? ഇനി വോട്ടിന് വരുമ്പോൾ ഈ കാര്യം ഞങ്ങൾ പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറയുന്നതിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടുത്തെ വന്യജീവി പ്രശ്നം. എത്രയോ പാവപ്പെട്ട മനുഷ്യർ, നിരാലംബരായ മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇതുവരെ അതൊരു കാര്യമായ പ്രശ്നമായിട്ടെടുക്കാൻ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. ഇവിടെ ഒരു വനം വന്യജീവി വകുപ്പുണ്ട്. ഈ വകുപ്പ് തന്നെ പിരിച്ചുവിടണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ജനങ്ങൾക്ക് സുരക്ഷയ്ക്കുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം, മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു വകുപ്പുണ്ടാക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അതുകൊണ്ട് ഈ വനം വന്യജീവി വകുപ്പിൽ ഇനിയും ഉത്തരവാദിത്വമില്ലാത്ത പ്രവർത്തനമാണ് നടക്കുന്നതെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിക്കുമെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഇവിടുത്തെ സാമൂഹിക ജീവിതം തന്നെ താറുമാറാക്കുന്ന, പൊതുജീവിതം തന്നെ അപകടത്തിലാക്കുന്ന തെരുവ് നായകളുടെ വിഷയം, എത്രയോ പേർക്ക് തെരുവ് നായകളുടെ കടികളേറ്റു. എന്നിട്ടും ഇവർ എന്തേ അതിനെതിരെ ഒന്നും ചെയ്യാത്തത്? ലക്ഷക്കണക്കിന് തെരുവ് നായ്ക്കളാണ് ഈ കേരളത്തിലുള്ളതാണെന്നാണ് പറയുന്നത്. ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ ഉദാസീനത കൊണ്ട് ഈ തെരുവ് നായ്ക്കൾ പെരുകുന്നതല്ലാതെ ഒരു കാര്യക്ഷമമായ നടപടിയെടുക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ ചില വാക്സിൻ മാഫിയകളുടെ പ്രവർത്തനമുണ്ടെന്ന് മാധ്യമപ്രവർത്തകർ തന്നെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ അന്വേഷിക്കണം. പൊതുജനം ഈ ഒരു വിഷയത്തിൽ ഗവൺമെൻറ് സത്വര നടപടി എടുത്തില്ലെങ്കിൽ അവരുടെ ബാലറ്റ് പേപ്പറിലൂടെ മറുപടി കൊടുക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ക്രൈസ്തവരുടെ എന്നും ശബ്ദമായ ബഹുമാനപ്പെട്ട കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ ഫിലിപ്പ് കവീലച്ചൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ നിലപാടുകൾ, നിയമസഭയിൽ വരാൻ പോകുന്ന ഇലക്ഷനിലെ ക്രൈസ്തവരുടെ ശബ്ദം ഇന്ന് നമ്മോട് പങ്കുവച്ചു. അച്ഛനെ ഏറെ സ്നേഹത്തോടെ എല്ലാ ഷക്കീന പ്രേക്ഷകരുടെ പേരിലും ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു.